അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്നതിൽ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഫാത്തിഹയിലെ ഏറ്റവും ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അതിന്റെ അർത്ഥം നമുക്ക് ആദ്യമായി ഒന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ പേര് കൊണ്ട് നിസ്കരിക്കാൻ, ആ നിസ്കാരത്തിന്റെ മുമ്പ് ഫാത്തിഹ ഓതാൻ ഞാൻ ആരംഭിക്കുന്നു. ആ ബിസ്മി ഓതിക്കൊണ്ട് നിസ്കാരം ആരംഭിക്കുന്നു. അവിടെ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ബിസ്മി ചൊല്ലുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കും. അപ്പൊ ഏത് പ്രവർത്തനത്തിന്റെ ആദ്യമാണോ ബിസ്മി ചൊല്ലുന്നത് അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നത് പറയേണ്ടത്. അർ-റഹ്മാൻ, ഈ ലോകത്ത് നിന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവനായ റഹ്മാൻ എന്നതിന്റെ അർത്ഥം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹികമായ ഈ ലോകത്ത് അവനെ ആരാധിക്കുന്ന ആളുകൾക്കും അവനെ ആരാധിക്കാത്ത, അവനെ നിഷേധിക്കുന്ന, അവനെ ആക്ഷേപിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹു ഈ ലോകത്ത് വെച്ച് ഗുണം ചെയ്യും എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനി, റഹ്മാനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ. അപ്പൊ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഗുണം ഈ ഐഹികമായ ലോകത്ത് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാണ് റഹീമിന്റെ അർത്ഥം. റഹ്മാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ അള്ളാഹുവിനിക്ക് ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അവനെ വിശ്വസിക്കുന്നവർക്കും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ഐഹിക ലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം. അപ്പോ ബിസ്മിയുടെ അർത്ഥം നാം ആദ്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് ആദ്യം തന്നെ പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് പറയാം. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അർ-റഹ്മാനി, ഈ ലോകത്ത് നിന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അർ-റഹീം, ഈ ലോകത്ത് നിന്ന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ. ഇതാണ് ബിസ്മിയുടെ അർത്ഥം. വലിയ മഹത്വമുള്ളതാണ് ബിസ്മി. ഇന്നത്തെ ഈ ക്ലിപ്പിൽ അതിനെ സംബന്ധിച്ചാണ് ഇനി ബാക്കി പറയുന്നത്. ഫാത്തിഹയുടെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അവ്വലു മാ കതബൽ ഖലമു, അല്ലാഹു സുബ്ഹാനഹു വ തആല കലമിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദ്യമായി കലം എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അതുകൊണ്ട് ഫൈദാ കതബതും കിതാബൻ, നിങ്ങൾ ഒരു കിതാബ് എഴുതുകയാണെങ്കിൽ ആ കിതാബിന്റെ ആദ്യത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. വഹിയ മിഫ്താഹു കുല്ലി കിതാബിൻ ഉൻസിൽ, ഇറക്കപ്പെട്ട ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ കിതാബിന്റെയും ചാവിയാണ്, താക്കോലാണ് ബിസ്മി. വലമ്മാ നസല ബിആ ജിബ്രീലു,
ജിബ്രീൽ അലൈഹിസ്സലാം ബിസ്മിയുമായി ഇറങ്ങിയപ്പോൾ 3 പ്രാവശ്യം ബിസ്മി ചൊല്ലി. എന്നിട്ട് വഖാല ഹിയ ലക വലി ഉമ്മതിക, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ 3 തവണ ചൊല്ലിയ ബിസ്മി ഹിയ ലക, അത് നിങ്ങൾക്കാണ്, വലി ഉമ്മതിക, ഇത് നിങ്ങളുടെ സമുദായത്തിനും ഉള്ളതാണ്. അവരുടെ ഒരു കാര്യത്തിലും ബിസ്മി ഒഴിവാക്കാൻ പാടില്ലെന്ന് അവരോട് നിങ്ങൾ കൽപ്പിക്കണം. ഞാൻ ഒരിക്കലും തന്നെ അതിനെ ഉപേക്ഷിക്കുന്നില്ല. എന്റെ മേൽ ആദം, നിങ്ങളുടെ പിതാവായ ആദം നബിയുടെ മേലിൽ ഇത് ഇറക്കപ്പെട്ടതു മുതൽ ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നില്ല. ഇതേ പ്രകാരം മലക്കുകളും അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അത് എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോഴും, നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കണമെന്ന് ബിസ്മിയുമായി ഇറങ്ങി 3 തവണ അത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. മാത്രമല്ല ഹദീസിൽ കാണാം, ആ ബിസ്മി ഇറങ്ങിയതായ സമയത്ത് ഹറബൽ വൈമു ഇലൽ മശ്രിഖി, മേഘങ്ങള് മശ്രിഖിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് ഓടി. കാറ്റുകളെല്ലാം അടങ്ങി നിശ്ചലമായി. സമുദ്രം മോചയടിച്ചു. മൃഗങ്ങൾ അതിന്റെ ചെവിങ്ങനെ താഴ്ത്തിക്കൊണ്ട് എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ നിന്നു. ശൈത്താന്മാരെ ആട്ടി ഓടിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലാ യുസമ്മസ്മുഹു അലാ മരീദിൻ, ഒരാളും തന്നെ ബിസ്മി ഒരു രോഗിയുടെ മേലിൽ അല്ലാഹു ഓതുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രോഗം സുഖമാക്കിയിട്ടല്ലാതെ. അതേ പ്രകാരം ബിസ്മിയെ ഒരു വസ്തുവിന്റെ മേലിലും ഓതുകയില്ല. ഇല്ല ബാറക ഫീഹി, അല്ലാഹു തആല അതിൽ ബറക്കത്ത് ചെയ്തിട്ടല്ലാതെ. ബിസ്മി വലിയ മഹത്വമുള്ളതാണ്. ഒരിക്കൽ ഹദീസിൽ കാണാം, ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ നിന്നുകൊണ്ട് തഈശ ശൈത്താനു എന്ന് പറഞ്ഞു. ശൈത്താൻ പരാജയപ്പെടട്ടെ, മോശമായി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ ദാലിക, അങ്ങനെ നീ പറയല്ല. അവനെ നിസാരമായി അല്ലെങ്കിൽ മോശമായി നിരാശനായി അതല്ല നീ പറയേണ്ടത്. അത് പറയുമ്പോൾ ഫഇന്നഹു യതആദമു ഇൻദഹു, അത് പറയുമ്പോൾ അവൻ വലുതാവുകയാണ് ചെയ്യുക. വലാകിൻ ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീ പറയുക. ഫഇന്നഹു യസ്വറു, അങ്ങനെ ബിസ്മി ചൊല്ലുന്ന സമയത്ത് ശൈത്താൻ പിശാച് ചെറുതാകും. ഒരു ഈച്ചയേക്കാൾ ചെറുതായി അത് മാറും. ആര്? ശൈത്താൻ. മാത്രമല്ല ഹദീസിൽ കാണാം, മൻ അറാദ അൻ യഹ്യാ സഈദ, വിജയിയായി ജീവിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വയമൂത്ത ഷഹീദ, ഷഹീദായി മരിക്കണം എന്നും വല്ലവനും ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ അവൻ പറയട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ അത് പറയണം. അപ്പൊ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നത് ഉമ്മുൽ ഖുർആനാണ്, ഉമ്മുൽ കിതാബാണ്, സബുൽ മസാനിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹയുടെ ഹർഫുകൾ 17 ഹർഫുകളാണ്. അതേ പ്രകാരം നരകം കാക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ്, 19 മലക്കുകൾ. അതേ പ്രകാരമാണ് ബിസ്മിയുടെ അക്ഷരങ്ങൾ, അതും 19. ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ
സബാനിയാക്കളായ 19 മലക്കുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രകാരം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളോ മുഹ്തറമായ ബഹുമാനിക്കപ്പെടുന്നവല്ലോ എഴുത്തോ ഉള്ളത് ഭൂമിയിലേക്ക് ഇട്ടാൽ അതിൽ ബിസ്മി ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ അയച്ചുകൊണ്ട് അതിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ വന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ആ എഴുത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ ഒരു പരിപൂർണമായ മുഅ്മിൻ അവന് നടന്നു പോകുമ്പോ അവന്റെ കണ്ണിൽ അത് കാണുക തന്നെ ചെയ്യും. അല്ലാഹ് കാണിച്ചു കൊടുക്കും. അയാൾ അതിനെ എടുത്തു കൊണ്ടുപോകും, അതിനെ ഉയർത്തും. അങ്ങനെ ബിസ്മി എഴുതിയതായ കടലാസിന് അല്ലാഹു സംരക്ഷണം നൽകും. മാത്രമല്ല തുടർന്ന് പറയുന്നു, ഭൂമിയിൽ ബിസ്മി എഴുതിയ അതല്ലെങ്കിൽ മുഹ്തറമായ ആദരിക്കപ്പെടുന്ന എന്തെങ്കിലും എഴുതിയ കടലാസ് കിടക്കുന്നത് കണ്ട് ഒരാൾ അല്ലാഹു അതിനെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഉയർത്തിയാൽ അവന്റെ പേരിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. വഗഫറ ലഹു, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വലിവാലിദൈഹി, അവന്റെ മാതാപിതാക്കൾക്കും ഈ ബിസ്മിയെ ഉയർത്തിയതിന്റെ കാരണം കൊണ്ട് എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെയധികം മഹത്വമുള്ളതാണ് ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിപൂർണമായ ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഒരാൾ ചൊല്ലുമ്പോൾ പർവ്വതങ്ങൾ അവന്റെ കൂടെ ബിസ്മി ചൊല്ലും എന്നാണ്. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം പറയും ലബ്ബൈക അല്ലാഹുമ്മ വസഅദൈക എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് സ്വർഗ്ഗം പറയും, ഇലാഹി, എന്റെ റബ്ബേ, ഇന്ന അബ്ദക ഫുലാനൻ, ഇന്നാലിന്ന നിന്റെ അടിമ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സഹ്സിഹു അനിന്നാർ, അവനെ നരകത്തെ തൊട്ട് നീ നീക്ക്. വഅദ്ഖിൽഹുൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്ക് എന്ന് സ്വർഗ്ഗം പറയും എന്നാണ്. ഇങ്ങനെ ബിസ്മിയെ സംബന്ധിച്ച് വളരെയധികം ദീർഘിച്ച് സംസാരിക്കാനുള്ളത് കൊണ്ട് ഇവിടെ ചുരുക്കുകയാണ്. ഇതിന്റെ ഒരു അടുത്ത ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് ബിസ്മി സംബന്ധമായിരിക്കും. തുടർന്ന് ഫാത്തിഹയിലെ മറ്റ് ആയത്തുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.